ഹലോ, ക്ലേ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ ക്ലേഡൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പം ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റല്ല, ആർട്ട്. അപ്പോൾ സിമ്പിളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവോക്കാഡോ അല്ല, പപ്പായ ട്രിങ്കട്ടിഷ്. ഒരു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് പറ്റുന്ന മാതിരി ഞാൻ ചെയ്യുന്നുണ്ട്. ക്ലേ എടുത്ത് നല്ല രീതിയിൽ കുഴച്ചു, കട്ട് ചെയ്തിട്ട് കുഴച്ചു. പിന്നെ അതൊന്ന് ലെവലാക്കി പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനുള്ള കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ മറ്റേ ആ പരത്തുന്ന സാധനം ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കയ്യോ സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്തു. പിന്നെ വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി. പിന്നെ അവോക്കാഡോ അല്ല, പപ്പായേൻ്റെ ചിത്രം വരച്ചു കൊടുത്തു. കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യാനും കുറച്ച് ടാസ്ക് ആയിരുന്നു, എന്നാലും കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതൊന്ന് ആ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു വെള്ളം വെച്ചിട്ട്. പിന്നെ എനിക്കൊരു പണി കിട്ടി, അതൊന്ന് ഒട്ടിപ്പിടിച്ചു കിട്ടി. പിന്നെ ഞാനത് ശരിയാക്കിട്ടോ. പിന്നെ ആ ബോർഡർ ശരിയാക്കിയിരുന്നു. ഞാൻ ഫസ്റ്റ് അതും കൂടി ഒപ്പം കൊണ്ട് റൗണ്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ അങ്ങനെ വരുന്നുണ്ടായില്ല. അപ്പം ഞാൻ നേരെ പൊട്ടിച്ച് വെച്ചു. അപ്പം അതിന് നമുക്കൊരു പണി കിട്ടി. നമ്മളിങ്ങനെ പൊക്കുമ്പോൾ അതൊരു വൃത്തിയിൽ വന്നില്ല. അത് പ്രശ്നമായി. എന്നാലും ഞാൻ അതും ഒന്ന് ലെവലാക്കി എടുത്തു. അത് ശരിയായില്ല, എന്നാലും ലെവലാക്കി എടുത്തു. ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരു സീൻ്റെ ഒക്കെ ടൈപ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ശരിയാക്കി കുറച്ചൊക്കെ എടുത്തു. പിന്നെ ആ പപ്പായൻ്റെ ഒരു ഉള്ളിലുള്ള കുരു ഇല്ലേ, ആ കുരു ഫസ്റ്റ് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചു. വട്ടൊക്കെ വരച്ച് ഈ സ്പൂണിന് വെറുതെ കൊണ്ടുവന്നു. എന്നാലും അതും വെച്ച് ഞാൻ കുറച്ചൊക്കെ ചെയ്തിരുന്നു. പിന്നെ വെള്ളമൊക്കെ ആക്കിയിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമാക്കിയത്. വെള്ളം വെച്ചിട്ട് ഒട്ടിപ്പിടിച്ചു എന്ന് തന്നെ പറയാം. കുറച്ച് ഒട്ടിപ്പിടിച്ചുള്ളൂ, എന്നാലും കുഴപ്പമില്ലാത്ത മാതിരി ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ. ബൈ.